ദിലീപ് ഈ പണി നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇരയ്ക്ക് നീതി കിട്ടണം, പക്ഷെ അതിന് ദിലീപ് എന്ന് പറയുന്ന ആളെ ബലികാടാക്കേണ്ട കാര്യം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി ആര് വന്നാലും അതിനോട് യോജിക്കുന്നില്ല, ഒരിക്കലും ആ പടം കാണാൻ ഉദ്ദേശിക്കുന്നില്ല. പുള്ളിക്കാരൻ അഭിനയിക്കുന്ന പടങ്ങൾ കാണാനും ആ വർക്കിനോട് താല്പര്യമില്ല, അത് ബോയ്ക്കോട്ടെ എന്നുള്ളൊരു സ്ഥാനമാണ്. ഒരു ജനപ്രിയ ലേബലിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് തിയേറ്ററിൽ പോയിരുന്നത് അതിന് കൈയടിക്കാനോ ആ നായകന്റെ എൻട്രിയിൽ ആഹ്ലാദിക്കാനോ സാധിക്കില്ല. യോജിപ്പുണ്ട്. സിനിമ ഒരാളുടെ മാത്രമല്ല. ഹേ സിനിഫേൽസ്, വെൽക്കം ബാക്ക്. ദിലീപ് ചിത്രം ബബ്ബബ്ബ. അപ്പോൾ ദിലീപ് വിഷയത്തിൽ ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കെ തന്നെ ഒരു സാധാരണ പ്രേക്ഷകൻ എങ്ങനെയാണ് ഈ ഒരു ബബ്ബബ്ബ എന്ന സിനിമയെ നോക്കിക്കാണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നേരെ ഓഡിയൻസിന്റെ റെസ്പോൺസിലേക്ക്. എങ്ങനെയാണ് ആ ബബ്ബബ്ബ കാണോ? ശരിക്കും ബബ്ബബ്ബ കാണുമെന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എപ്പോഴോ നിർത്തിയതാണ് ആ ഒരു ഇഷ്യൂവിന് ശേഷം. എനിക്ക് എൻ്റെ പേഴ്സണൽ റീസൺസ് ഉണ്ട്. ആൻഡ് ഞാൻ വേറെ ആരെയും അതിലേക്ക് കമ്പൽ ചെയ്യുന്നില്ല. കാണാണ്ടിരിക്കുക, അത് പേഴ്സണൽ ഒപ്പീനിയൻ. ഇതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഐ വിൽ നോട്ട് വാച്ച് ഇറ്റ്. നമ്മുടെ മലയാളികളുടെ ഒരു ലൈഫിന്റെ പാർട്ടാണല്ലോ ദിലീപ് സിനിമകൾ, പഴയ സിനിമകൾ. അപ്പൊ അതങ്ങനെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്താൻ പറ്റുമോ? അങ്ങനെ ഒരു പ്രതിഷേധം ഇല്ല, അങ്ങനെ ഒരിക്കലും മാറ്റി. ഇപ്പൊ നമ്മളൊരു ടി വി വെച്ചാൽ നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ നേരത്തെ, ഞാനൊക്കെ ഫുഡ് കഴിക്കാൻ നേരത്താണ് ടി വി കാണുന്നത്. അപ്പൊ ഈ കാണുമ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ഇപ്പൊ കൈരളിയിലായാലും ഏഷ്യാനെറ്റ് മൂവീസിൽ അങ്ങനെ ഏത് ചാനൽ എടുത്താലും ഒന്നെങ്കിൽ നമ്മുടെ ഈ പഴയ പഞ്ചാബി ഹൗസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അതൊന്നും കാണാറില്ല എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടുമുണ്ട്, ചെയ്യുന്നുമുണ്ട്. ബട്ട് ഇനി അങ്ങോട്ട് ദാറ്റ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ, മൈ പേഴ്സണൽ സ്റ്റാൻഡ്. ഇപ്പോൾ ഒരേ സമയം തന്നെ നമ്മുടെ ഹേമ കമ്മിറ്റിയൊക്കെ വന്നപ്പോൾ നമ്മൾ അറിഞ്ഞു അറിയാതെയും അതിൽ ആരോപിതരായ കുറേ പേരുടെ സിനിമകൾ നമ്മൾ ഓൾറെഡി കണ്ട് വിജയിപ്പിച്ചു. ഇപ്പോൾ സിദ്ദീഖ്, മുകേഷ്, അതുപോലെ ഡയറക്ടേഴ്സ് പാർട്ടായിട്ടുള്ള കുറേ സിനിമകൾ. അപ്പോൾ അതെല്ലാം ഈ ഒരു സ്റ്റാൻഡ് അവരുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ അറിയില്ല. നമ്മുടെ ഈ സിനിമയുടെ പിറകിൽ പ്രവർത്തിച്ചവർ പോലും ഒരുപാട് പേരുണ്ട്, കുറ്റാരോപിതരായിട്ടുള്ളവരാണ്. അപ്പൊ അതെല്ലാം ഈ ഒരു ഫാക്ടർ വരുമോ? എങ്ങനെ? മൈ പേഴ്സണൽ സ്റ്റാൻഡ്, എനിക്ക് ആ ഒരു വിഷയത്തോട് എനിക്ക് എൻ്റെതായ കാഴ്ചപ്പാടുണ്ടാവില്ല. ആ കാഴ്ചപ്പാട് വെച്ചിട്ട് ഞാൻ മാറി നിൽക്കുന്നു ആ ഒരു ഇതിൽ നിന്ന്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഇതുപോലെ എന്താ പറയാ ഇഷ്യൂസ് ഒരുപാടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പല സിനിമകളും ഒഴിവാക്കേണ്ടി വരും. ഞാൻ അറിഞ്ഞ് എൻ്റെ മോറൽ വാല്യൂസ് അല്ലെങ്കിൽ എൻ്റെ എത്തിക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാനത് മാറി നിൽക്കുക എന്നുള്ളതാണ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. അത് ഞാൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ട് തന്നെയാണ് അവൾക്കൊപ്പം എന്നുള്ള രീതിയിൽ ഇതിന് ഉറപ്പായും അവൾക്കൊപ്പം. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. CID മൂസ തൊട്ടാണ് കണ്ടു തുടങ്ങിയത്. അപ്പം ഞാൻ ഭയങ്കര ടു കൺട്രീസ് അതെല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതാണ്. ഇപ്പോൾ പാട്ടൊക്കെ വരുമ്പം എൻജോയ് പക്ഷെ മനഃപൂർവ്വമായിട്ട് ഇന്ന് ഇപ്പം കാണാറില്ല. ഓക്കെ, അങ്ങനെ കാണാതെ എന്ന് വെച്ചാൽ എൻജോയ് ചെയ്യുന്നവരോട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനൊന്നും ഇല്ല. കാരണം എല്ലാവർക്കും അവരവരുടേതായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഓക്കെ, ഇത് ഈ ഒരു ദിലീപ് എന്ന നടനെയും ആ ഒരു കളക്ഷനെയും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു വിഭാഗത്തിന് ഇത് ബാധിക്കുമെന്ന് തോന്നുന്നില്ല. നല്ലപോലെ ഹിറ്റ് ആവാനാണ് ചാൻസ്. എന്നാലും കാണില്ല. അല്ല, ഞാൻ അങ്ങനെ അല്ലെങ്കിലും ഇങ്ങനത്തെ ഫിലിംസ് കാണാറില്ല. ഞാൻ ആർട്ട് ഫിലിംസേ കാണാറുള്ളൂ. അപ്പൊ ദിലീപ് എന്നുള്ളൊരു ഫാക്ടർ ഇതിലില്ല. ബബ്ബബ്ബ കാണാതിരിക്കുന്നത് ദിലീപ് ഒരു ഫാക്ടർ ആണോ? ആണ്, അതെ ആണ്. FDFS കാണത്തില്ലെന്നാണോ അതോ OTT കാണുമെന്നാണോ? അല്ല, OTT കാണില്ല. ദിലീപ് സിനിമകൾ ബഹിഷ്കരിക്കും. മൂവി കാണാൻ പോകുമ്പോൾ അയാളുടെ വ്യക്തി ജീവിതമല്ലല്ലോ നമ്മൾ എടുക്കുക. അയാൾ അവതരിപ്പിക്കുന്ന കഥാപാത്രം അല്ലെങ്കിൽ അയാൾ നമ്മളെ എങ്ങനെ, അല്ലെങ്കിൽ ഒരു ആസ് എ ഓഡിയൻസ് നമ്മളെ അയാൾ എങ്ങനെ എന്റർടൈൻ ചെയ്യിക്കുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. അല്ല ആക്ടറിന്റെ വ്യക്തി ജീവിതത്തിലേക്കിട്ട് നമ്മൾ ഇപ്പം ലാലേട്ടന്റെ ഒരു മൂവി കാണാൻ പോകുന്നു. ലാലേട്ടൻ എന്താണ് വ്യക്തി ജീവിതത്തിൽ ചെയ്യുന്നതെന്നല്ലല്ലോ നമ്മൾ തിരയാൻ പോകുന്നത്. ലാലേട്ടൻ നമുക്ക് അതുപോലെ ജനപ്രിയനാണ്. നമ്മുടെ സിനിമ നമ്മുടെ ഒരു ലൈഫ്. ദിലീപും ജനപ്രിയനായിരുന്നല്ലോ. സിനിമ പൊട്ടുന്നുണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പം കഥ തിരഞ്ഞെടുക്കുന്നത് ബാധിക്കുന്നുണ്ടാവും, ഈ കേസ് ബാധിക്കുന്നുണ്ടാവും, എല്ലാ കാരണങ്ങളും വരാറുണ്ടാവും. ഇപ്പം ഇറങ്ങിയ മൂവീസിൽ പഴയ ഒരു ദിലീപിനെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം വെറുതെ വിട്ടു എന്ന് പറഞ്ഞിട്ടില്ല കോടതി, അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പം അത് കുറ്റക്കാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ആള് അത് പ്രൂവ് ചെയ്യുന്നത് വരെ എന്തായാലും ആ ഒരു സംശയത്തിന്റെ നിഴലിൽ തന്നെ നിർത്താനാണ് എനിക്ക് താല്പര്യം. കോടതി എന്നെ വിധിച്ചെന്താണ്, പുള്ളിക്കാരൻ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞാണ് വിധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെ എന്തിനാണ് നമ്മൾ റിയാക്ട് ചെയ്യേണ്ട കാര്യം? എല്ലാവരും പറയുന്നത് പൈസ കൊടുത്താണ് പുള്ളിക്കാരെ ഇറങ്ങിയെന്ന്. പൈസ കൊടുത്താണെങ്കിൽ 9 കൊല്ലം പുള്ളിക്കാരൻ ഇങ്ങനെ അനുഭവിക്കേണ്ട കാര്യമുണ്ടോ? പൈസ കൊടുത്തിട്ട് നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി വന്നാൽ പോരെ? ഇത് തെറ്റായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പുള്ളിക്കാരൻ നിരപരാധിയാണ്. ദിലീപ് ഫാക്ടർ ഒഴിച്ചു നിർത്തിയാൽ ഒരു ഇരയ്ക്കൊരു നീതി ലഭിച്ചു എന്നുള്ള. ഇരയ്ക്ക് നീതി കിട്ടണം, പക്ഷെ അതിന് ദിലീപ് എന്ന് പറയുന്ന ആളെ ബലികാടാക്കേണ്ട കാര്യം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പം കിട്ടിയിട്ടുണ്ട് അവർക്ക് നീതി, കാരണം എന്തോ ചെയ്ത ആൾക്കാർക്ക് വേണ്ട ശിക്ഷയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അവർക്ക് എല്ലാവർക്കും വേണ്ടത് ദിലീപിനെ കുറ്റക്കാരനാക്കണം, ദിലീപിനെ വീണ്ടും കുറേ നാൾ കൂട്ടിൽ അടച്ചിടുന്ന പോലെ അവസ്ഥയിലാക്കണം. ഇനി പടം ചെയ്യാൻ പാടില്ല.
ജനപ്രിയ നായകൻ തന്നെ വീട്ടിൽ കൊണ്ടു കൊടുത്തതല്ല, ജനങ്ങളായിട്ട് ഇട്ട് കൊടുത്തൊരു പേരാണ്. അതാണ് ഇത്രയും ഉയർത്തി നിൽക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ എന്തൊക്കെയോ ചിലവർക്ക് ആ പുള്ളിക്കാരനെ മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോൾ ഇതൊരു ഇതായിട്ട് മാറ്റിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇതിന് ബാക്കിൽ വേറെ കുറേ ആൾക്കാരുണ്ട്. അവരെ കൊണ്ടുവരാൻ വേണ്ടി ഇവർ മാക്സിമം ശ്രമിച്ചിരുന്നെങ്കിൽ പുള്ളിക്കാരൻ ഈ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. ആണത് ഇതൊന്നും സിനിമയെ ബാധിക്കില്ലെന്ന് തോന്നുന്നുണ്ടോ? സിനിമ ബാധിക്കേണ്ട കാര്യം എന്താണ്? സിനിമ ഈ നിരീക്ഷണ ബോധമായിട്ട് കാണേണ്ട പടമല്ലെന്ന് അതിൻ്റെ ഡയറക്ടറാണെങ്കിലും സ്ക്രിപ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വൈബ് പടമാണ്. അത് ചിലപ്പോൾ ഒരു സ്പൂഫ് പോലെ ആയിരിക്കാം മോഡൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ലാലേട്ടൻ വരുന്നുണ്ട്. ലാലേട്ടൻ അതിലൊരു ക്യാമിയായിട്ട് വന്ന് അതിനും കുറേ ആൾക്കാർ പറയുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനത്തെ ഒരു ചതിയൻ്റെ പടത്തിൽ അല്ലെങ്കിൽ ഒരു ക്രിമിനലിൻ്റെ പടത്തിൽ എന്തിനാണ് വന്നതെന്ന്. ഈ പേരൊക്കെ വിളിക്കുന്നതിന് മുമ്പ് അയാൾ തെറ്റുകാരനോ അല്ലെന്ന് ഇവർ ആദ്യം നോക്കിയിട്ടല്ലേ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കേണ്ടത്. അതായത് ഒരു സിനിമ എന്ന് പറയുമ്പോൾ സിനിമയെ കുറിച്ച് അത്രയും നന്നായിട്ട് ഡീപ്ലി അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിനെക്കുറിച്ചൊക്കെ ആൾക്കാർ ചിന്തിക്കുകയുള്ളൂ. അല്ലാതെ ഒരു മെയിൻ ഫ്രെയിമിൽ കാണുമ്പോൾ നമ്മൾ ദിലീപിനെ മാത്രമേ അതിൽ നോക്കുള്ളൂ. അപ്പോൾ പേഴ്സണലി ആൾക്കാർക്ക് ദിലീപിനോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ദിലീപിനോട് വിയോജിപ്പുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ആ സിനിമ കാണാതിരിക്കുകയായിരിക്കും ചെയ്യുക. ദിലീപിന് ആക്ച്വലി സിനിമ മാത്രമല്ലല്ലോ ദിലീപിൻ്റെ ഒരു കരിയർ എന്ന് പറയുന്നത്. ദിലീപ് ഒരുപാട് വേറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അതുപോലെ ദിലീപിന് ഒരുപാട് വരുമാന മാർഗ്ഗങ്ങൾ വേറെയുണ്ട്. ഓക്കെ, പക്ഷെ ബാക്കിയുള്ളവർക്കൊന്നും അതില്ലല്ലോ. അപ്പൊ ദിലീപ് ഈ പണി നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലത്. ബാക്കിയുള്ളവർക്ക് കൂടി അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ ദിലീപ് വേറെ എന്തെങ്കിലും പണി ചെയ്തിട്ട് ബാക്കിയുള്ളവരെ വെറുതെ വിടുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ ദിലീപിന്റെ പഴയ സിനിമകൾ, ഒരുപാട് ഇഷ്ടപ്പെടുന്ന സിനിമകൾ കാണുമല്ലോ, അതൊക്കെ എങ്ങനെയാണ്? അതും കാണാതിരിക്കും, അങ്ങനെയാണോ? അതായത് ഈ ഇഷ്യൂ ഉണ്ടാവുന്നത് വരെ ദിലീപ് ഒരു നോർമൽ പേഴ്സൺ ആയിരുന്നു അല്ലേ? ആ സമയത്ത് നമ്മൾ കണ്ടിരുന്ന സിനിമകളാണ് അതൊക്കെ. ശരിക്കും പറഞ്ഞ ദിലീപ് ഇപ്പോൾ ഫ്രെയിമിൽ വരുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഈ ഒരു വിഷയമാണ്. ഓക്കെ, അത് പഴയ സിനിമയാണെങ്കിലും പുതിയ സിനിമയാണെങ്കിലും കറൻ്റ്ലി വന്നുകൊണ്ടിരിക്കുന്ന സിനിമയാണെങ്കിലും നമുക്ക് ദിലീപിൻ്റെ ഫേസ് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈവൻ റീൽസിൽ പോലും ആണെങ്കിലും ഇൻസ്റ്റഗ്രാം തുറന്ന് ദിലീപിൻ്റെ ഇത് കാണുമ്പോൾ പോലും ഞാൻ എൻ്റെ പിള്ളേർക്ക് വരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതാണ് ക്രൈം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളാണ്, ഇങ്ങനെയാണെന്നുള്ളത്. ബിക്കോസ് പിള്ളേരും അത് അറിയണം എന്നുള്ളതുകൊണ്ട്. അതെ, ദിലീപിൻ്റെ ഒരു മൂവി വരുമ്പോൾ അത് എഫക്റ്റ് ചെയ്യുന്നത് ദിലീപിനെ അല്ല. കാരണം ദിലീപിൻ്റെ കയ്യിൽ ജീവിക്കാനും കാശ് കൊടുത്ത് വിധി മാറ്റാനും കാശ് കൊടുത്ത് വാങ്ങിക്കാനും ഒക്കെ ഒരുപാട് കാശുള്ള ആളാണ്. അതേസമയം പാവപ്പെട്ടവർ അങ്ങനെയല്ല. അപ്പോൾ പുള്ളിയുടെ കൂടെ ചേർന്ന് നിന്ന് സിനിമ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാം. യോജിപ്പുണ്ട്. സിനിമ ഒരാളുടെ മാത്രമല്ല, ഒരു കൂട്ടം മനുഷ്യരുടെയാണ് സിനിമ. അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം അണിയറ പ്രവർത്തകരുണ്ട്. അപ്പോൾ അവരുടെ വേർപ്പിൻ്റെയും കൂടി റിസൾട്ടാണ് സിനിമ എന്നുള്ളത്. അപ്പം സിനിമ ഇങ്ങനെ അൾട്ടിമേറ്റ്ലി നോക്കിക്കാണുന്നത് ഒരു നായകൻ്റെ സിനിമയായിട്ടല്ല സിനിമ. അപ്പം അതുകൊണ്ട് ഈ ഒരു വിഷയം വെച്ചിട്ട് ആ സിനിമ ബഹിഷ്കരിക്കുന്നതിനോട് യോജിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ അത് കാണുന്നത് കൊണ്ട് നമ്മൾ അവൾക്കൊപ്പം അല്ലാതാകുന്നു എന്നൊരു കൂട്ടം ഇല്ല, അങ്ങനെയില്ല. ഞാൻ അവൾക്കൊപ്പമാണ്. അൾട്ടിമേറ്റ്ലി എൻ്റെ മരണം വരെ അവൾക്കൊപ്പമാണ്. പക്ഷേ അവൾക്കൊപ്പം നിലനിൽക്കുന്ന സമയത്ത് അതൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ്. ആ പ്രതിഷേധം എങ്ങനെ പ്രതിഷേധിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണല്ലോ. എൻ്റെ പ്രതിഷേധത്തിൽ ആ സിനിമയുടെ ഭാഗമായിട്ടില്ല, അയാൾ അഭിനയിക്കുന്ന സിനിമകളിൽ വിയോജിപ്പ് കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരെ മറിച്ച് അയാളുടെ വ്യക്തിപരമായിട്ട് അയാളുടെ മാത്രം ഒരു ഇനിഷ്യേറ്റീവ് നടക്കുന്ന ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്കാണെങ്കിൽ ആ വിയോജിപ്പ് കാണിക്കാം. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് ജനങ്ങളുടെ കയ്യിലാണ്, അത് അവർ തീരുമാനിക്കട്ടെ. പക്ഷെ പ്രതിഷേധവും ഈ പറഞ്ഞ കണക്ക് സിനിമയുമായിട്ട് ചേർക്കരുതെന്ന് ഒരു ഭയങ്കര ആഗ്രഹം, ഒരു നിർദ്ദേശവും കൂടി വെക്കുന്നുണ്ട്. താങ്ക് യു. കാണും സിനിമ കാണും. സിനിമ എന്ന് വെച്ചാൽ ആക്ച്വലി ഒരാൾ മാത്രം അല്ലല്ലോ, അത് ഒരുപാട് അതിൽ ക്രൂ ഉണ്ട്, മെമ്പേഴ്സുണ്ട്, ഡയറക്ടേഴ്സുണ്ട്, ഒരുപാട് പേഴ്സണൽസിൻ്റെ വർക്ക് അതിലുണ്ട്. അപ്പം ഇതൊരാളുടെ മാത്രം ഒരു സാധനമായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണ്, സിനിമ കാണുന്ന ആളാണ് പക്ഷെ ഞാൻ പറഞ്ഞ സിനിമ ബഹിഷ്കരിച്ചുകൊണ്ട് ഉള്ള അനുകൂലം അങ്ങനെ നടപടിയിലേക്ക് ഞാനില്ല. ഓക്കെ, സിനിമ കാണും. അപ്പോൾ ദിലീപിന്റെ ബബ്ബബ്ബ റിലീസ് എത്തുകയാണ്, സിനിമ കാണുമോ? ഇല്ല, കാണില്ല. എന്തുകൊണ്ട് കാണില്ല? അത് പുള്ളിക്കാരൻ ഒരു പെർപെട്രേറ്റർ ആണ്. പുള്ളിക്കാരന്റെ പടങ്ങൾ കാണാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ദിലീപിന്റെ ഒരു ക്യാരക്ടർ, ദിലീപിനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല. ദിലീപ് മാത്രമല്ലല്ലോ സിനിമയുടെ ഭാഗം എന്ന് പറയുന്നത്. അല്ല, പുള്ളിക്കാരൻ അഭിനയിക്കുന്ന പടങ്ങൾ കാണാനും ആ വർക്കിനോട് താല്പര്യമില്ല. അത് ബോയ്ക്കോട്ട് ചെയ്യുന്നുള്ളൊരു സ്റ്റാൻഡാണ്. അതൊരു പ്രതിഷേധം പോലെയാണോ, പ്രൊട്ടസ്റ്റ് ആയിട്ടാണോ കാണുന്നത്? ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് ആ പുള്ളിക്കാരന്റെ വ്യക്തി ജീവിതം വേറെയാണ്, അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എനിക്കില്ല, അതുകൊണ്ട് കാണും. കുറ്റാരോപിതനാവുന്നതിന് മുമ്പേ എനിക്ക് പ്രോബ്ലമായിട്ടാണ് തോന്നാറ് ദിലീപിൻ്റെ പല പടങ്ങളും, പടത്തിലെ പല കാര്യങ്ങളും. ആളെ ഇനിയും സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുക, ആള് ഇനിയും നോർമലായിട്ടുള്ള ജീവിതം ജീവിക്കുന്നു, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അത് ഈ അവൾക്കൊപ്പം എന്നുള്ള സ്റ്റാൻഡിനോട് പൂർണ്ണമായിട്ട് നീതി പുലർത്തണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അത് അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ്. ആൾക്കൊരു സ്പേസ് ഇനി ഉണ്ടാവരുത്, അല്ലെങ്കിൽ ആൾ ഇനി ക്യാപിറ്റൽ ഉണ്ടാക്കരുത് ഇതിൽ നിന്ന്. അതൊക്കെ തന്നെ സിനിമയെ അത് ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കുറച്ച് ഒരു വിഭാഗത്തിന്റെ ഒരു എതിർപ്പ് ഈ സിനിമയോ? തീർച്ചയായിട്ടും.
ആ സിനിമ കാണാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. കോൺട്രവേഴ്ഷ്യൽ ആകാം, പക്ഷെ എന്നാലും ഒരു സൂപ്പർ സ്റ്റാറിനെ കൂടെ ഇറക്കിയിട്ട് അത് ഒരു കുറച്ചും കൂടെ ഒരു കൂടുതൽ പ്രേക്ഷകരിലേക്ക് നൗ ഇറ്റ്സ് ഓൾ അബൌട്ട് ആ ഒരു ഫാൻഡം ഇതിലോട്ട് എത്തി. ദിലീപ് എന്ന വ്യക്തിയെക്കാട്ടും മറ്റ് സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു പടം എന്നുള്ള രീതിയിൽ എത്തുകയാണ്, ഒരു OG എന്നുള്ള രീതിയിൽ എത്തുകയാണ്. സോ അതിനോടും ഇനി ആര് വന്നാലും അതിനോട് യോജിക്കുന്നില്ല, ഒരിക്കലും ആ പടം കാണാൻ ഉദ്ദേശിക്കുന്നില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് അവൾക്കൊപ്പം തന്നെയാണ്. പഴയ ദിലീപിന് ആക്ച്വലി ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ ലൈക്ക് എന്താണ് TV-യിലാണെങ്കിലും ഒരു പ്രൊപ്പഗാൻഡ പോലെ ഇടയ്ക്ക് തോന്നുമായിരുന്നു. ചില ചാനൽസ് കണ്ടിന്യൂസ് ലൈക്ക് പഴയ പടം പുള്ളിയുടെയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലും കാണാൻ ഒരു അരോചകമായിട്ട് ആക്ച്വലി കുറച്ച് ഫീൽ ചെയ്യുന്ന ഒരു എലമെൻ്റ് ഇപ്പോൾ ഉണ്ട്. ബട്ട് ഇപ്പോഴത്തെ പടം എന്തായാലും കാണത്തില്ല. ഓൺ സ്ക്രീൻ വരുമ്പോഴത്തേനും ഒരു ആൾ ക്യാരക്ടറായിട്ടാണ് മാറുന്നത്. കാരണം ബിക്കോസ് ഓൺ സ്ക്രീൻ വരുമ്പോഴത്തേനും ദാറ്റ് പേഴ്സൺ ഇസ് നോട്ട് ദാറ്റ് പേഴ്സൺ, ദി ആർ ദ ക്യാരക്ടർ. അപ്പോൾ അത് രണ്ടാണ്. സോ അല്ലാണ്ട് റിയാലിറ്റി വരുമ്പോഴത്തേക്കും ദേ ആർ എ ഡിഫറെൻറ്റ് പേഴ്സൺ. സോ സിനിമയിൽ നോക്കുമ്പോഴത്തേനും ക്യാരക്ടറിനെ ക്യാരക്ടറായിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്യാതെ സിനിമ കാണാമെന്നാണ്. അങ്ങനെയും പറയാം. തന്നെ വളരെ സാധാരണക്കാരായ മനുഷ്യർക്ക് പോലും പകൽ പോലും വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ചലച്ചിത്രം ബഹിഷ്കരിക്കുക എന്നുള്ളത് ചലച്ചിത്രത്തോടുള്ള സ്നേഹത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. കാരണം അത്തരം മനുഷ്യരെ നിൽക്കുന്ന ഒരിടമായി മലയാള സിനിമ മാറിയതിൻ്റെ ദുര്യോഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം ഒരവസ്ഥയിൽ ഇനി ഇത് തുടരാൻ പാടില്ല എന്നൊരു ബോധമുള്ള ചിന്തിക്കുന്ന ഓരോ മനുഷ്യരും ആ ചലച്ചിത്രം ബഹിഷ്കരിക്കുക. കേട്ടുകേൾവിയില്ലാത്ത ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു കൊട്ടേഷൻ റേപ്പ് എന്ന് പറയുന്ന ഒരു വാക്ക് പോലും നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നല്ല. അങ്ങനെ ഒരു പ്രയോഗം പോലും ഉണ്ടായത് ഈ ഒരു സംഭവത്തോടു കൂടിയാണ്. ആ പെൺകുട്ടിയെ പിന്നീട് അങ്ങോട്ട് അനുഭവിച്ച മാറ്റിനിർത്തലുകളും അവഹേളനങ്ങളും ഇപ്പോൾ പോലും സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും അടക്കം ഒരു ക്യാമ്പയിൻ വർക്ക് പോലെ അവൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ കണ്ടുകൊണ്ട് എങ്ങനെയാണ് ഒരു കലാവസ്തു എന്നുള്ള നിലയിൽ മാത്രം നമുക്ക് ആ ഒരു ചലച്ചിത്രത്തെ കാണാൻ പറ്റുക? അത് ഈ പറയുന്ന തരത്തിൽ അത് ചെയ്യിച്ച ആൾ എന്ന് വ്യക്തമായി പൊതുസമൂഹത്തിന്, നീതിന്യായ വ്യവസ്ഥയ്ക്ക് ബോധ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് പൊതുസമൂഹം, ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരത് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയുള്ളിടത്ത് അയാളുടെ സിനിമകളെ ബഹിഷ്കരിക്കുക എന്നുള്ള രാഷ്ട്രീയത്തിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. അവൾക്കൊപ്പമാണ് എന്നുള്ളൊരു ഇത് കൊണ്ടും പക്ഷേ സിനിമ എന്നുള്ള രീതി സിനിമയായിട്ട് കാണുന്നത് അത് അവർ അറിഞ്ഞോ അറിയാതെയോ ദിലീപിനെ സപ്പോർട്ട് ചെയ്യണം. ഇരട്ടത്താപ്പാണെന്ന് തന്നെ പറയേണ്ടതുണ്ട്. അവൾക്കൊപ്പമാണ് നിങ്ങളെങ്കിൽ ഒരു ദിലീപ് ചലച്ചിത്രത്തെ പണ്ടെപ്പോഴോ ഉണ്ടായിട്ടുള്ള ആ ഒരു ജനപ്രിയ ലേബലിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് തിയേറ്ററിൽ പോയിരുന്നത് അതിന് കൈയടിക്കാനോ ആ നായകൻ്റെ എൻട്രിയിൽ ആഹ്ലാദിക്കാനോ സാധിക്കില്ല. നമ്മൾ പറയുന്ന നിഷ്പക്ഷമാണ്, നീതിബോധത്തിൻ്റെ കൂടെയാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ദിലീപിനെ ഒരു ചലച്ചിത്ര താരം എന്ന നിലയിലോ അയാൾ പ്രത്യക്ഷപ്പെടുന്ന ഏതെങ്കിലും ഒരു കലാരൂപത്തിൻ്റെ പേരിലോ ഒന്നും നിങ്ങൾക്ക് അയാൾക്ക് കൈയടിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. അവൾക്കൊപ്പമാണ്. അത് നീതി കിട്ടും വരെയും അവൾക്കൊപ്പം തന്നെയാണ്. കാണരുത് എന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ചോയ്സ് ആണ്. കാണണോ കാണണ്ടേ എന്നുള്ളത്. ആർട്ടായിട്ട് കാണുന്നവർക്ക് ലൈക്ക് ഇപ്പം പേഴ്സണലായിട്ട് നമ്മൾ കുറച്ച് ഇൻഡൽജ് ആവുകയാണെങ്കിൽ നമുക്ക് കാണണ്ട, അല്ലെങ്കിൽ കാണാൻ ആഗ്രഹമുള്ളവരടുത്ത് കാണണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ ആർട്ടായിട്ട് കാണുക, സിനിമ ക്യാരക്ടർ ആ ഒരു രീതി കാണുവാണെങ്കിൽ കാണേണ്ടവർക്ക് കാണാം. ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതെ, ജനപ്രിയനാണ്. പിന്നെ അദ്ദേഹം വളരെ സിമ്പിളായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. അഭിനയത്തോട് എനിക്കൊരു എതിർപ്പുമില്ല, സിനിമകളോടും എതിർപ്പില്ല. പിന്നെ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഫിലിം ഫീൽഡിലുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടായ ഒരു ഇഷ്യൂ ആണ്. പിന്നെ സ്ത്രീകളുടെ ഒരു ഇഷ്യൂ ആണ്. തീർച്ചയായിട്ടും അതിനോട് ചേർത്ത് അഭിനയത്തെ കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ കേസ് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിലെന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. തെളിയിക്കപ്പെടുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വരാതെ നമുക്ക് അതിനായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല.